ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വീഡിയോയിലൂടെ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹ വന്ദനം. ഞാൻ സാധാരണയായി ചെയ്യുന്ന വീഡിയോകളൊക്കെ ദൈവവചനവുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങളും അല്ലെങ്കിൽ ചില ആക്ഷൻ സോങ്സിന്റെ വീഡിയോകളും ഒക്കെയാണ് സാധാരണ ഞാൻ ചെയ്യാറുള്ളത്. എന്നാൽ ഇന്ന് ആദ്യമായി ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുകയാണ്. എന്നാൽ ഇത് റിയാക്ഷൻ വീഡിയോ മാത്രമല്ല, ഒരു ടീച്ചിങ് വീഡിയോ കൂടിയാണ്. തികച്ചും സഭാപരമായ ഒരു വിഷയത്തിൽ ഈ അടുത്തിടയ്ക്ക് കണ്ട ഒരു വീഡിയോ വളരെയധികം പ്രയാസമായി തോന്നി, വളരെയധികം മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. അതുകൊണ്ട് തന്നെ ആ വീഡിയോയോട് ഒന്ന് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി. റിയാക്ട് ചെയ്യുക മാത്രമല്ല, ആ വീഡിയോയിൽ പറയുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അല്പം ഒന്ന് പറയണം, പഠിപ്പിക്കണം എന്നും തോന്നി. അതുകൊണ്ട് ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. ഈ ദേശത്ത് മൊത്തം ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു, ഈ ദേശത്ത് ഓർത്തഡോക്സുകാരും കത്തോലിക്കരും മർത്തോമാക്കാരേ ഉള്ളൂ എന്ന് ഈ ശബ്ദപരിധി കേൾക്കുന്നിടത്ത് അത്രേ ഉള്ളൂ എന്ന അറിവ് കിട്ടിയേക്കുന്നത് സത്യം. അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ളതാ എന്ന് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. എന്തിനാ എന്തുവാ സ്നാനം? ആർക്കറിയാ സ്നാനം? ഇവ ആട്ടുകല്ലും ഉണ്ടാക്കി വെച്ചിട്ട് അതീ കുറച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചു വെച്ചിട്ട് എടാ എന്ന് പോലും പറയാൻ വയ്യാത്ത കൊച്ചിനെയും അല്ലെങ്കിൽ അവൻ ആട്ടുകല്ലും ഉണ്ടാക്കി വെച്ചിട്ട് അതീ തടിച്ച് മാമാ ജയിച്ച അണ്ണാക്കട്ട. വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്ക് വളരെ കൃത്യമായി വിഷമം തോന്നിപ്പോയി. മാത്രമല്ല, പറഞ്ഞ രീതി, ഉപയോഗിച്ച വാക്കുകൾ ഒട്ടും അത്ര സുഖകരമായി തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് അല്പമൊന്ന് സംസാരിക്കണം എന്ന് തോന്നി. ഇതിൽ പറയുന്ന ചില വാക്കുകൾ എടുത്തു തന്നെ ആദ്യം സംസാരിക്കാമെന്നത്രേ വിചാരിക്കുന്നത്. ആദ്യം ഇതിൽ പറയുന്ന ഒരു കാര്യമാണ് മണ്ണാങ്കട്ടയാണ് എന്ന ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. മണ്ണാങ്കട്ട അസഭ്യമായ പദമൊന്നുമല്ല, എന്നാൽ അത് പറയുന്നത് വളരെയധികം അവഹേളിക്കുന്ന പോലെയാണ് പറയുന്നതിന് മാമോദിസയെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് തലക്കെട്ടായി മണ്ണാങ്കട്ടയല്ല വിശുദ്ധ മാമോദിസ എന്ന് ഞാൻ തലക്കെട്ട് നൽകിയത്. യഥാർത്ഥത്തിൽ മാമോദിസ എന്ന് പറഞ്ഞാൽ എന്താണ്? മാമോദിസ എന്ന വാക്ക് ഒമേദ് എന്ന സുറിയാനി പദത്തിൽ നിന്നുമാണ് ഈ മാമോദിസ എന്ന പദം ഉടലെടുത്തത്. ബാപ്റ്റിസോ എന്ന ഗ്രീക്ക് പദമാണ് അതിന് സമാനമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ബാപ്റ്റിസം എന്ന പദമാണ്. മലയാളത്തിലേക്ക് വരുമ്പോൾ സ്നാനം. എന്നാൽ സുറിയാനി ആരാധനാക്രമം, അതിന്റെ മൂലഭാഷയിൽ ആരാധനാക്രമം സുറിയാനി ഭാഷയിലുള്ള സഭകളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന പദമാണ് മാമോദിസ എന്ന വാക്ക്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്നാനം എന്ന പദത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം മാമോദിസ എന്ന വാക്കിന് കൊടുക്കുന്നത്. അല്ലാതെ മറ്റൊരു പ്രത്യേക കാര്യമില്ല. മലയാളത്തിൽ സ്നാനം എന്ന് തന്നെയാണ് പറയുന്നത്, എന്നാൽ സുറിയാനി ചായ്വ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പദം ഉപയോഗിക്കുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ഹോളി ബാപ്റ്റിസം എന്ന പദം തന്നെയാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ആ വേർതിരിവിനൊന്നും വലിയ സ്ഥാനമോ പ്രസക്തിയോ ഇല്ല എന്നുള്ളതാണ് രസം. മാത്രവുമല്ല, ഇതിന്റെ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം തിരയുമ്പോഴും അവിടെ ഉപയോഗിക്കുന്ന വാക്ക് അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ തളിക്കുക, മുഴുകുക, കഴുകുക, മുക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. രണ്ട് കാര്യങ്ങൾ എനിക്കിവിടെ പറയാനുണ്ട്. ഒന്ന്, ഈ വാക്ക് സംബന്ധിച്ചുള്ളതാണ്. ഒരു ഭാഷയിൽ നമ്മൾ മറ്റൊരു ഭാഷയിൽ ഒരു വാക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന്റെ അർത്ഥം നാം ഗൗരവമായി മനസ്സിലാക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഉപയോഗിച്ചില്ല എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു പ്രസക്തിയില്ല. ഞാൻ പറഞ്ഞല്ലോ, സുറിയാനി ആരാധനാ പാരമ്പര്യമുള്ള സഭകളായതുകൊണ്ടാണ് മാമോദിസ എന്ന പദം ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ അർത്ഥത്തിലേക്ക് വന്നാലോ, ഇവിടെ പറയുകയുണ്ടായി കുറച്ച് വെള്ളം എടുത്തു വെച്ച് കൊച്ചിനെ മാമോദിസ മുക്കുന്നതിനെ പറ്റിയൊക്കെ വിമർശിക്കുന്ന രീതി ഞാൻ കണ്ടു. ശരിക്കും ഇതിന്റെ അർത്ഥം പഠിക്കുകയാണ് വേണ്ടത്. കാരണം ബാപ്റ്റിസം എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥത്തിലേക്ക് വരുമ്പോൾ മുക്കുക എന്ന അർത്ഥം മാത്രമല്ല അതിനുള്ളത്, തളിക്കുക എന്നാവാം, കഴുകുക എന്നാവാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മാത്രമാണ് ശരി എന്ന് ആ വാക്കിന്റെ അർത്ഥം എടുത്തു വെച്ച് ഒരിക്കലും പറയാനായിട്ട് സാധ്യമല്ല. കാരണം ഇതെല്ലാം ബേസിക്കലി വളരെ സിംബോളിക്കായി ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. രണ്ടാമത് അദ്ദേഹം ഉപയോഗിച്ചതിൽ പ്രയാസം തോന്നിയ ഒരു പ്രയോഗം ആട്ടുകല്ല് എന്നുള്ള പ്രയോഗമാണ്. ആട്ടുകല്ലിനോട് എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ മാമോദിസ തൊട്ടിയെ ആട്ടുകല്ല് എന്ന് അവഹേളിക്കുന്ന തരത്തിൽ പറഞ്ഞത് അത്ര ശരിയായിട്ട് തോന്നിയില്ല. ഇവിടെ ഇദ്ദേഹം പിന്നീട് ഈ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗമൊക്കെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് യേശുവും നിക്കോദിമോസും തമ്മിലുള്ള സംസാരത്തെ കുറിച്ചൊക്കെയാണ്. അവിടെ യേശു കർത്താവ് പറയുന്നുണ്ട്, നീ പുതുതായി ജനിക്കണം. ഈ പുതുതായുള്ള ജനനത്തെ കുറിച്ചാണ് ആക്ച്വലി ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ്
മാമോദിസ തൊട്ടി. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു തൊട്ടിയുടെ ഒരു ആകൃതിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആകൃതി മാമോദിസ തൊട്ടിക്ക് വന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുതുതായി ജനിക്കണം എന്നാണല്ലോ ഇവിടെ പറയുന്നത്. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് പുറത്തോട്ട് വരുന്നത്, അല്ലെ? അപ്പോൾ ഒരു ജനനം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. പുതുതായി ജനിക്കുക എന്ന ഒരു വിശ്വാസമാണ് അവിടെ ഉള്ളത്. അപ്പോൾ പുതുതായി ജനിക്കുന്നത് എവിടെ നിന്നാണ്? ഈ മാമോദിസ തൊട്ടിയുടെ രൂപകൽപ്പന യഥാർത്ഥത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തെയാണ് കുറിക്കുന്നത്. സിംബോളിക്കലി അമ്മയുടെ ഗർഭപാത്രത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഒരു സ്പിരിച്വൽ ബർത്ത് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ആത്മീയമായ അത് ഒരു ഗർഭപാത്രം എന്നുള്ള അർത്ഥത്തിൽ, ഒരു സ്പിരിച്വൽ വൂംബ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒരു ഡിസൈൻ ഇതിനെ കൊടുത്തിരിക്കുന്നത്, അല്ലാതെ ആട്ടുകല്ല് എന്നുള്ളൊരു ചിന്തയിലല്ല. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ അറിയാൻ ശ്രമിച്ചാൽ പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഒഴിവാക്കും എന്നാണ് എൻ്റെ ചിന്ത. പലപ്പോഴും നമ്മൾ മറ്റുള്ള മതങ്ങളുടെയോ മറ്റുള്ള സഭകളുടെയോ ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അതിനെ വിമർശിക്കാൻ പാടില്ലാത്തതിന്റെ കാര്യം നമുക്കതിന്റെ അർത്ഥം അറിയില്ല. നമ്മൾ ഓരോ കാര്യങ്ങൾക്കും എന്തർത്ഥമാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അതിനർത്ഥം നൽകുന്ന കാര്യം. അതുകൊണ്ട് നമുക്ക് അർത്ഥം അറിയാതെ നമ്മൾ വിമർശിച്ചു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് മീനിങ്ങിലാണ് അവരത് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാതെ പോകുമ്പോൾ ആണ് ഇങ്ങനെയുള്ള വിമർശനങ്ങളുടെ ഒക്കെ സാധ്യത വരുന്നത് എന്നുള്ളത് ഓർമ്മിക്കട്ടെ. ഇനി അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യത്തിലേക്കാണ്, സ്നാനത്തെ കുറിച്ച് എന്തറിയാം, ആർക്കറിയാം എന്ന് ചോദിച്ച് പരിഹസിക്കുന്നുണ്ട്. സ്നാനത്തെ കുറിച്ച് എല്ലാം അറിയാം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയൊന്നും അവകാശപ്പെടുന്നുമില്ല. എന്നാൽ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറയണം എന്നാണ് വിചാരിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ പറയുന്ന എല്ലാ വാക്കുകളുടെയും ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതിലേക്ക് എന്തെങ്കിലും കുറവ് വന്നു പോയാൽ ആ കുറവുകളുടെ എല്ലാം കാരണം ഞാൻ തന്നെയാണ്, എൻ്റെ മാത്രം തെറ്റാണ്. എന്നാൽ എന്തെങ്കിലും ഈ പറയുന്നതിൽ നന്മയുണ്ടെങ്കിൽ, ശരികളുണ്ടെങ്കിൽ, അതൊക്കെ തീർച്ചയായും അതിന്റെ എല്ലാ ക്രെഡിറ്റും എന്നെ ഇത് പഠിപ്പിച്ച അധ്യാപകർക്കും ഇതേപ്പറ്റിയൊക്കെ പുസ്തകം എഴുതിയിട്ടുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും ഒക്കെയാണ്. അതുകൊണ്ട് എന്നാൽ എന്തെങ്കിലും തെറ്റ് എൻ്റെ ഭാഗത്ത് വന്നു പോയാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കുമായിരിക്കുമെന്ന് ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ പറയാണ്. എല്ലാം അറിയാമെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ശിശു സ്നാനവും മുതിർന്ന സ്നാനവും. ഈ സ്നാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രധാനമായും മാമോദിസ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴൊക്കെ അത് ശിശു സ്നാനവുമായി കണക്റ്റഡ് ആയിട്ടാണ് പലപ്പോഴും പറയുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ശിശു സ്നാനവും മുതിർന്ന സ്നാനവും രണ്ട് പശ്ചാത്തലത്തിലാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ മാർത്തോമ സഭയിൽ വൈദികനാണ്. മാർത്തോമ സഭയിൽ ശിശു സ്നാനമുണ്ട്, മുതിർന്ന സ്നാനമുണ്ട്. എന്നാൽ രണ്ട് പശ്ചാത്തലത്തിലാണ് എന്നുള്ളതാണ്. ശിശു സ്നാനം എപ്പോഴാണ്? ഒരു വിശ്വാസ പാരമ്പര്യത്തിൽ തന്നെ നിൽക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ ശിശു സ്നാനത്തിലൂടെ, മാമോദിസയിലൂടെ സഭയുടെ ഭാഗമാക്കി മാറ്റുന്നു. എന്നാൽ ഒരാൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുകയും യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ ആകർഷണാവുകയും സഭയുടെ ഭാഗമായി തീരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ഏത് പ്രായത്തിലാണെങ്കിലും അദ്ദേഹത്തെ സ്നാനപ്പെടുത്തും, മാമോദിസ മുക്കും. അത് ഒരു മുതിർന്ന സ്നാനത്തിന് അനുഭവമാണ്. അതുകൊണ്ട് ഈ പ്രായം, ഈ രണ്ട് പ്രായത്തിലുമുള്ള മാമോദിസ, ഒരു മുതിർന്ന ഒരാളെയും ശിശുവിനെയും മാമോദിസ മുക്കുന്ന രീതി രണ്ട് പശ്ചാത്തലങ്ങളിലായി സഭയ്ക്കുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കാം. ഇനി ശിശു സ്നാനം എന്തുകൊണ്ടാണ് ശരി എന്ന് പറയാൻ കൂടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ശിശു സ്നാനത്തിന്റെ ഒരു വേദപുസ്തക പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം. പഴയ നിയമത്തിലേക്ക് നമുക്ക് ആദ്യം പോകാം. പഴയ നിയമത്തിൽ അബ്രഹാം പിതാവിന്, വിശ്വാസികളുടെ പിതാവാണല്ലോ, അപ്പോൾ അബ്രഹാം പിതാവിന് 75-ാമത്തെ വയസ്സിലാണ് ദൈവവുമായുള്ള ഒരു കൂടിക്കാഴ്ച ഒക്കെ സംഭവിക്കുന്നത്. 99-ാമത്തെ വയസ്സിലാണ് ദൈവവുമായ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതും അബ്രാം എന്നുള്ള പേരിനപ്പുറം അബ്രഹാം എന്നുള്ള ഒരു പേരിലേക്ക് വരുന്നതും. മാത്രവുമല്ല, പരിച്ഛേദന എന്നൊരു പുതിയ കൽപ്പന ദൈവം ഈ ഒരു ബന്ധത്തിന്റെ, ഉടമ്പടി ബന്ധത്തിന്റെ അടയാളമായി അബ്രഹാമിന് നൽകുന്നതുമൊക്കെ 99-ാമത്തെ വയസ്സിലാണ്. എന്നാൽ ദൈവം അബ്രഹാമിന് മകൻ ജനിക്കുമ്പോൾ ഇസഹാക്കിനെ 8-ാം ദിവസമാണ് പരിച്ഛേദന കഴിക്കാൻ പറയുന്നത്. ഒരുപക്ഷെ ദൈവത്തിന് പറഞ്ഞുകൂടായിരുന്നോ, നിന്റെ മകനും നിന്നെ പോലെ പക്വതയൊക്കെ എത്തി പ്രായമൊക്കെ ആയി എന്നെ കണ്ടെത്തിയതിനു ശേഷം മതി അവൻ പരിച്ഛേദന ചെയ്ത് ഈ വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമാകാനെന്ന്? എന്തുകൊണ്ടാ അത് പറയാഞ്ഞത്? കാരണം ആ വിശ്വാസ സമൂഹത്തിൽ ജനിച്ച് വീഴപ്പെട്ട ആ പൈതൽ ആ വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇതാണ് പഴയ നിയമത്തിൽ എനിക്കുള്ള ഉത്തരം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് വലിയൊരു ചർച്ചയാവുന്നുണ്ട്. അവിടെ യഹൂദ മതത്തിൽ നിന്നും ക്രൈസ്തവരായ ആളുകൾ പറഞ്ഞു, മറ്റു മതത്തിൽ നിന്ന് ആളുകൾ വരുമ്പോഴും അവർ യഹൂദ മതത്തിലേക്ക് പരിശോധനയിലൂടെ പ്രവേശിച്ചു, അതിനുശേഷം മാത്രമേ സ്നാനപ്പെടാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള ഡിബേറ്റ് ആദ്യം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരിച്ഛേദനയെ റീപ്ലേസ് ചെയ്തിട്ടാണ് അന്ന് തീരുമാനമെടുക്കുന്നത്, സ്നാനം മാത്രം മതി, മാമോദിസ മാത്രം മതി, സ്നാനം മാത്രം മതി
എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിൽ എങ്ങനെ ഉടമ്പടിയുടെ അടയാളമായി പരിച്ഛേദന കണക്കാക്കപ്പെട്ടുവോ അതുപോലെയാണ് പുതിയ നിയമത്തിൽ സ്നാനം ഈ ഉടമ്പടി ബന്ധത്തിന്റെ അടയാളപ്പെടുത്തലായി പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളത് പറയട്ടെ. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോവാം. പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു വാദത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്നുള്ള വാക്യം. ഈ വാക്യം പറയുമ്പോൾ പലപ്പോഴും ഞാൻ വാദിച്ചു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ആദ്യം വിശ്വാസമാണ്, പിന്നെയാണ് സ്നാനം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ് ആദ്യം എഴുതപ്പെട്ട സുവിശേഷം. മാത്രമല്ല അതാണ് ഒരു മിഷണറി കോണ്ടെക്സ്റ്റിൽ എഴുതപ്പെട്ട ഒരു സുവിശേഷമാണ്. അപ്പോൾ അങ്ങനെയാണ് യേശു കർത്താവിന്റെ ഉപദേശങ്ങളും യേശു കർത്താവിലൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ആളുകളോട് ആദ്യം പറയുകയാണ്. ഈ പറച്ചിൽ കേട്ട് അവരത് വിശ്വസിക്കുകയാണ്. വിശ്വസിച്ചതിന് ശേഷമാണ് സ്നാനത്തിലൂടെ സഭയുടെ ഭാഗമായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ വരുമ്പോൾ ആദ്യം വിശ്വാസത്തെക്കുറിച്ചും പിന്നീട് സ്നാനത്തെക്കുറിച്ചും പറയുന്നത്. എന്നാൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം. 28-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്. അവിടെ നാം കാണുന്നത് ആദ്യം സ്നാനമാണ്, പിന്നെയാണ് ഉപദേശം കാണുന്നത്. അതിന് കാരണം അതിന്റെ പശ്ചാത്തലം വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലാണ് ആദ്യമായി എക്ലീസിയ എന്നുള്ള പദം സുവിശേഷങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിന് ശേഷവുമാണ് വിശുദ്ധ മത്തായി സുവിശേഷം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മാത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം അവിടെ സ്നാനത്തിനാണ് പ്രസക്തി. കാരണം വിശ്വാസം ആ ഒരു വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമായി ആ കുഞ്ഞിലേക്ക് ചെല്ലപ്പെടുകയാണ്. അതുകൊണ്ട് ആദ്യം സംഭവിക്കുന്നത് സ്നാനത്തിലൂടെ, തൃത്വനാമത്തിലുള്ള സ്നാനത്തിലൂടെ സഭയോട് ചേരുകയും പിന്നീട് ഈ വിശ്വാസ ഉപദേശങ്ങളൊക്കെ കേട്ട് ഈ വിശ്വാസത്തിൽ വളരുകയുമാണ് ചെയ്യുന്നത്. അതാണ് പുതിയ നിയമത്തിൽ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്ന ഒരു കാര്യം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമുക്ക് വരാം. 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കൊർന്നലിയൂസിന്റെ ഭവനം, അവിടുത്തെ ചാർച്ചക്കാരും സുഹൃത്തുക്കളും ഒക്കെ സ്നാനത്തിലൂടെ സഭയോട് ചേർന്ന് വന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ എങ്ങും കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയായിട്ട് പറയുന്നില്ല. കുഞ്ഞുങ്ങൾ സ്നാനം ഏറ്റതിനെ കുറിച്ച് തെളിവില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയതിന് തെളിവില്ല എന്ന് ഞാൻ പറയുവാൻ അവിടെ ആഗ്രഹിക്കുകയാണ്. നമ്മൾ 16-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, ലുദിയയും കുടുംബവും സ്നാനമേറ്റു എന്നാണ് പറയുന്നത്. കുടുംബം എന്ന പദം അവിടെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ പറയാൻ കഴിയും അവിടെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ടാണ് അവരെ സ്നാനം കഴിപ്പിച്ചതെന്ന്? ഇനിയുമുണ്ട്. 16-ാം അധ്യായത്തിന് 32-33 വാക്യങ്ങൾ നോക്കുമ്പോൾ, കാരാഗ്രഹ പ്രമാണിയും വീട്ടിലുള്ളവരും തനിക്കുള്ള എല്ലാവരും സ്നാനപ്പെട്ടു എന്നാണ് പറയുന്നത്. തനിക്കുള്ള എല്ലാവരും എന്ന് പറയുമ്പോൾ വളരെ നമുക്ക് ഓബ്വിയസ് ആയിട്ട് ചിന്തിക്കാവുന്ന കാര്യമാണ്. അവിടെയുള്ള അദ്ദേഹത്തിന്റെ മക്കൾ ഇതിന്റെ ഭാഗമായി സ്നാനപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാനാണ് കൂടുതൽ ചിന്ത. ആരെങ്കിലും മാറ്റി നിർത്തി എന്നുള്ള ധ്വനി അല്ല നമുക്ക് അവിടെ കിട്ടുന്നത്. വീട്ടിലുള്ള എല്ലാവരും, തനിക്കുള്ള എല്ലാവരും എന്നാണ് അവിടെ പറയുന്നത്. 18-ാം അധ്യായത്തിന് 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടൊപ്പം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം ആരെയെങ്കിലും മാറ്റി നിർത്തിയതായിട്ട് യാതൊരു വിധമായ പരാമർശവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ കഴിയില്ല കുഞ്ഞുങ്ങളെ സ്നാനത്തിൽ നിന്ന് വിലക്കിയിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇനി എങ്ങനെയായിരുന്നു യേശു കർത്താവും ശിശുക്കളും തമ്മിലുള്ള ബന്ധം? നമുക്കത് അറിയാം, വളരെ ഫേമസ് ആണ്. കാരണം കർത്താവ് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യേശു അത് കണ്ടാറെ മുഷിഞ്ഞ് അവരോട്, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്നാണ് യേശു കർത്താവ് ചോദിക്കുന്നത്. ദൈവരാജ്യം കുഞ്ഞുങ്ങളുടേതാണെന്നാണ് യേശു കർത്താവ് പഠിപ്പിക്കുന്നത്. 15-ാം വാക്യത്തിൽ പറയുന്നു, ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവനാരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ശിശു എന്ന പോലെ വേണം ദൈവരാജ്യത്തെ കൈക്കൊള്ളുവാനെന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 3-ാം വാക്യം, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് ശിശുക്കളെ പോലെ ആകണം, അത് അങ്ങനെ മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കാൻ പറ്റൂ എന്നാണ് യേശു കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ശിശുക്കൾക്ക് എങ്ങനെയാണ് ഈ ദൈവകൃപയുടെ ഒരു അവസരം നിഷേധിക്കപ്പെടുന്നത്? ഓരോ കൂദാശകളും ദൈവകൃപയുടെ അനുഭവമാണ്. വിശുദ്ധ മാമോദിസയിലൂടെ ഒരു കുഞ്ഞ് ദൈവകൃപയുടെ അനുഭവത്തിലേക്കാണ് ആയിത്തീരുന്നത്.
ഈ ദൈവകൃപയുടെ അനുഭവം എങ്ങനെയാണ് ഒരു കുഞ്ഞിന് അവന് പ്രായമായില്ല എന്ന് പറഞ്ഞ് നമുക്ക് നിഷേധിക്കുവാനായിട്ട് കഴിയുന്നത്? എങ്ങനെയാണ് പരിശുദ്ധ റൂഹായുടെ നിറവ് ഈ കുഞ്ഞിന് ലഭിക്കില്ല എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്? യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത്, എലിശബത്തും മറിയയും തമ്മിലുള്ള കണ്ടുമുട്ടലിൽ പറയുന്നത്, ഈ കുഞ്ഞ് പിള്ള ഉള്ളത്തിൽ തുള്ളി, ആനന്ദം കൊണ്ട് തുള്ളി, പരിശുദ്ധാത്മാവിനാൽ നിറയുമെന്നുള്ളതാണ് ദൂതൻ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് ഈ പിള്ളയുടെ ആനന്ദം കൊണ്ടുള്ള തുള്ളൽ പോലും പരിശുദ്ധാത്മ നിറവിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒരു ഗർഭസ്ഥ ശിശുവിന് ഈ പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കുമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് ശിശുക്കൾക്ക് ഈ ഒരു അനുഭവത്തിന്റെ ഭാഗക്കാരാവാൻ പറ്റത്തില്ല, അതല്ല ശരി എന്നെങ്ങനെയാണ് പറയുവാൻ സാധിക്കുന്നത്? ഇനി മറ്റൊരു വിഷയം അതിലുള്ളത് കൃപയും വിശ്വാസവുമാണ്. നമ്മൾ പറയുകയാണ്, ഒരാൾ ഒരു നിശ്ചിത പ്രായത്തിലെത്തി ഈ വിശ്വാസമൊക്കെ ഏറ്റു പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സ്നാനത്തിലൂടെ സഭയോട് ചേരുവാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എന്റെ പ്രശ്നമാണ്, നമ്മൾ എന്താ അപ്പൊ പറയുന്നത്? നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ മെറിറ്റ് കൊണ്ടാണോ നമ്മൾ ഒരു സഭയുടെ ഭാഗമായി ഈ കൃപ അനുഭവിക്കുന്നത്? എന്റെ വിശ്വാസത്തിന്റെ മെറിറ്റ് കൊണ്ടാണോ? ഞാൻ ഒരു പ്രായം എത്തി, ഞാൻ ഇതെല്ലാം പഠിച്ചു, ഞാൻ ആ പഠിച്ചതിന്റെ മികവിൽ ഞാൻ ഈ വിശ്വാസം ഏറ്റു പറയുകയാണ്. ഈ വിശ്വാസം ഏറ്റു പറഞ്ഞതിന്റെ ഗുണം കൊണ്ടാണോ എനിക്ക് ദൈവകൃപ അനുഭവവേദ്യമായി തീരേണ്ടത്? അല്ല, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു എന്നാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നത്. അതുകൊണ്ട് ദൈവകൃപയാണ് അവിടെ സംഭവിക്കുന്നത്, നമ്മുടെ വിശ്വാസത്തിന്റെ മെറിറ്റ് അല്ല എന്നുള്ളത് നാം ഓർക്കണം. ഇനി മാർത്തോമാ സഭയുടെ രീതിയും കൂടെ ഞാനൊന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ കൂട്ടത്തിൽ. മാർത്തോമാ സഭയുടെ രീതിയിൽ മാമോദിസ ഏൽക്കുന്ന സമയത്ത്, ശിശുവായിരിക്കുമ്പോൾ മാമോദിസ ഏൽക്കുമ്പോൾ ജ്ഞാന മാതാപിതാക്കളാണ് അവിടെ കുഞ്ഞിന് വേണ്ടി പറയുന്നത്. തലതൊട്ടപ്പൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ജ്ഞാന മാതാപിതാക്കളാണ് കുഞ്ഞിന് വേണ്ടി ഈ വിശ്വാസം ഏറ്റു പറയുന്നത്. സാധാരണ ഉപേക്ഷിക്കുന്നു, യേശു കർത്താവിനെ സ്വീകരിക്കുന്നു എന്നുള്ള ഈ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് ജ്ഞാന മാതാപിതാക്കളാണ്. എന്നാൽ ഈ വിശ്വാസം, ഈ ഒരു വിശ്വാസ പൈതൃകത്തിന്റെ ഭാഗമായി ഈ കുഞ്ഞ് മാമോദിസ മുഴുകപ്പെട്ട് മുൻപോട്ട് പോവുകയാണ്. അവിടെ തന്നെ നമുക്കറിയാം, ഈ കുഞ്ഞ് ആ ഒരു ശുശ്രൂഷയുടെ ഭാഗമായി തന്നെ മൂറോൻ അഭിഷേകവും നടക്കുന്നുണ്ട്. ഈ മൂറോൻ അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് അടയാളപ്പെടുത്തലായിട്ടാണ് മൂറോൻ അഭിഷേകവും നടത്തുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതെല്ലാം സിംബോളിക്കലി ചെയ്യുന്നതാണ്, ഇതെല്ലാം സിംബോളിക്കാണ്. ഇതിന്റെ എല്ലാം അനുഭവം നമുക്ക് നൽകുന്നത് ദൈവമാണ്, ദൈവത്തിന്റെ കൃപയാണ്. അതൊരിക്കലും നമുക്ക് നമ്മൾ ചെയ്യുന്നതിനപ്പുറം, അതിനൊക്കെ അപ്പുറമായ ദൈവത്തിന്റെ വലിയ ഗ്രേസ് ആണ് ഇതിലെല്ലാം അനുഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി ഓർക്കണം. അതുകൊണ്ട് ഈ മാമോദിസയിൽ ജ്ഞാനമാതാപിതാക്കൾ ഏറ്റു പറയുന്ന വിശ്വാസം, മാർത്തോമാ സഭയുടെ രീതി അനുസരിച്ച് ഒരു 12-13 വയസ്സൊക്കെ ആകുമ്പോഴാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങുന്ന സമയത്ത്, ആദ്യ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് ഈ വിശ്വാസം ഏറ്റു പറയും. എന്താണോ ജ്ഞാനമാതാപിതാക്കൾ പറഞ്ഞത് അത് തന്നെ അവൻ സഭയുടെ മുൻപാകെ പറയും. ഞാൻ മെശിഹായെ സ്വീകരിക്കുന്നു എന്നുള്ള അവന്റെ വലിയ വിശ്വാസം, അവളുടെ വിശ്വാസം ഈ സഭയുടെ മുൻപാകെ പ്രഖ്യാപിക്കും. അതുകൊണ്ട് ഇങ്ങനെയാണ് മാർത്തോമാ സഭയുടെ ഒരു കുഞ്ഞ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ വിശ്വാസ സമൂഹത്തിൽ ജനിച്ചു വീഴപ്പെട്ട ഒരു വിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വീഴപ്പെട്ട ഒരു കുഞ്ഞ് ആ വിശ്വാസത്തിന്റെ ഭാഗമായി വളർന്നു വന്ന് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായി ഒരുങ്ങി ആ വിശ്വാസം സ്വയം പബ്ലിക്കിൽ പറഞ്ഞ് ആണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുക. എത്ര നല്ല മാതൃകയാണ് എന്നുള്ളത് ചിന്തിക്കുകയാണ്. മാത്രമല്ല, അടുത്തൊരു വിഷയം, പ്രധാനപ്പെട്ട ഒരു വിഷയം, പലപ്പോഴും നമ്മൾ ഈ സ്നാനത്തെ കുറിച്ച് പറയുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ വരുന്നൊരു ചോദ്യമാണ്, യേശു കർത്താവ് സ്നാനപ്പെട്ടത് എപ്പോഴാണ്? യേശു കർത്താവിന്റെ സ്നാപനം എപ്പോഴായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. ഇവിടെ യോഹന്നാൻ സ്നാപകന്റെ സ്നാപനവും യേശുവിന്റെ സ്നാപനവും തമ്മിൽ നമ്മളൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്തായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ സ്നാനം? യോഹന്നാന്റെ സ്നാപനം യഥാർത്ഥത്തിൽ മാനസാന്തര സ്നാനമായിരുന്നു. യോഹന്നാൻ യഥാർത്ഥത്തിൽ യഹൂദ മതത്തിലെ തന്നെ ഒരു നിഗൂഢ മതത്തിന്റെ ഭാഗമായി ഒരു വളരെ വ്യത്യസ്തമായി ജീവിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ മതത്തിന്റെ ഒരു രീതിയായിരുന്നു യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വെള്ളത്തിൽ മുഴുകി ഈ ഒരു സിംബോളിക്കായിട്ട് ചെയ്ത രീതി. ശരിക്കും അദ്ദേഹം ഉൾപ്പെട്ടിരുന്ന ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു രീതിയായിരുന്നു നടത്തുന്നത്. പിന്നീട് അത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുമതം ഒന്ന് അഡാപ്റ്റ് ചെയ്തു എന്നേ നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. എന്നാൽ അതിന്റെ ഭാഗമായി എന്തുകൊണ്ടാണ് യേശു കർത്താവ് അവിടെ സ്നാനമേൽക്കുന്നത്? യേശു കർത്താവ് അവിടെ യോഹന്നാനിൽ സ്നാനപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മാനസാന്തര സ്നാനം പ്രഖ്യാപിച്ച് കുറെ ആളുകൾ മാനസാന്തരത്തിലേക്ക് വരുമ്പോൾ ആ മനുഷ്യരോട് യേശു കർത്താവ് ഐക്യദാർഢ്യപ്പെടുകയായിരുന്നു. മാത്രമല്ല, യേശു കർത്താവ് അതവിടെ ചെയ്യുമ്പോൾ സ്വർഗം തുറന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറയാണ്. അതുകൊണ്ട് എന്തിനാണോ യോഹന്നാൻ വന്നത്,
ഈ ദൈവപുത്രനെ വഴിയൊരുക്കുവാൻ വേണ്ടി വന്ന ആ ഒരു ദൗത്യം പൂർണ്ണമാകുന്നതിന്റെ അതിന്റെ ഒരു വിളംബരം പോലെയാണ്, ദൈവപുത്രനാണെന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവുന്നതിന്റെ ഒരു പ്രത്യേക സീനായിരുന്നു ആക്ച്വലി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. മാത്രമല്ല യേശു കർത്താവ് പ്രസംഗിക്കുന്നത് ആദ്യം മാനസാന്തരം തന്നെയാണ് യേശു കർത്താവ് പ്രസംഗിക്കുന്നത്. യോഹന്നാൻ എവിടെ പ്രസംഗിച്ച് അവസാനിപ്പിച്ചോ അത് തന്നെയാണ് യേശു പ്രസംഗിക്കുന്നത് എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ എന്താണ് യേശു ചെയ്ത സ്നാനത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, യേശു യഹൂദനായി ജനിച്ചു വന്ന ഒരാളാണ്, 8-ാം ദിവസം പരിശോധന ഏറ്റ ഒരാളാണ്. അങ്ങനെ യേശു കർത്താവ് 30-ാമത്തെ വയസ്സിൽ ഈ പറയുന്ന യോഹന്നാനുള്ള സ്നാപനം ചെയ്തുവെങ്കിലും യേശു കർത്താവ് പഠിപ്പിച്ച സ്നാനം അതാണോ എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. യേശുവിന്റെ സ്നാനത്തിന്റെ പ്രത്യേകത, യേശുവിന്റെ സ്നാപനം അത് പാപമോചനത്തിന്റെ സ്നാപനമാണ്, മാനസാന്തരത്തിന്റെ മാത്രം സ്നാനമല്ല, പാപമോചനത്തിന്റെ സ്നാനമാണ്. അതുകൊണ്ട് യേശു ഏറ്റ സ്നാപനവും യേശു പഠിപ്പിച്ച സ്നാപനവും രണ്ടും രണ്ടാണ്. എന്താണ് യേശു പഠിപ്പിച്ച സ്നാപനം? പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ കൃത്യമായ ഒരു ദൈവശാസ്ത്രം മാമോദിസയ്ക്ക് നൽകുന്നുണ്ട്. യേശു കർത്താവിന്റെ മരണത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടുമുള്ള പങ്കാളിത്തമാണ് വിശുദ്ധ മാമോദിസ സ്നാനം എന്ന് പറയുന്നത്. യേശു കർത്താവിന്റെ മരണത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടുമുള്ള പങ്കാളിത്തം. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് പഠിപ്പിച്ച സ്നാനം എന്ന് പറയുന്നത്, യേശു കർത്താവ് പാപമോചനത്തിനായി ചെയ്ത സ്നാനം എന്ന് പറയുന്നത്, യേശു കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ സംഭവിച്ചതാണ്. അല്ലാതെ യോഹന്നാന്റെ അടുത്ത് പോയി യോർദാനിലേറ്റ സ്നാപനമല്ല യേശു പഠിപ്പിച്ച സ്നാനം എന്നുള്ളത് നാം തിരിച്ചറിയണം. അത് ക്രൂശിലെ രക്തത്താൽ നമുക്കുണ്ടായതാണ്. കാരണം അതുകൊണ്ടാണ് അത് യേശു കർത്താവിന്റെ മരണത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടുള്ള പങ്കാളിത്തമായി റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. മാമോദിസയെ കുറിച്ച് പഠിപ്പിച്ച സമയത്ത് ഞങ്ങൾ അധ്യാപകരൊക്കെ പറഞ്ഞു തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്. കുഞ്ഞിനെ നമ്മൾ കയ്യിലെടുത്ത് കുരിശാകൃതിയിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ബെറിയിങ് ആണ്. ബെറിയിങ് അതിനുശേഷമുള്ള ഉയർപ്പാണ്. യഥാർത്ഥത്തിൽ യേശു കർത്താവിന്റെ മരണവും ഉയർപ്പുമാണ് അവിടെ നമ്മൾ സിംബോളിക്കായി ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ അതിനെ വളരെ കൃത്യമായ ഒരു ദൈവശാസ്ത്രം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് നാം ചിന്തിക്കണം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മാമോദിസയെ കുറിച്ച് പറയുന്നത് കഴുകൽ എന്നാണ്, ശുദ്ധീകരണം എന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മാനസാന്തരത്തിന് ശേഷം അതിന്റെ പാപമോചനത്തെ കുറിച്ച് പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ നൽവരത്തെ കുറിച്ച് പറയുന്നു. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ആ പരിശുദ്ധാത്മാവിന്റെ നൽവരത്തിന്റെ അനുഭവമാണ് മൂറോൻ അഭിഷേകത്തിലൂടെ വളരെ സിംബോളിക്കായിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിനോടും അതിലൂടെ ക്രിസ്തുവിന്റെ ശരീരമായ സഭയോടും ചേരുവാനാണ് സ്നാനം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഒരു സഭയുടെ ഒരു വിശ്വാസ പാരമ്പര്യത്തിൽ നിന്ന് സ്നാനമേറ്റ ഒരാളെ, തൃത്വനാമത്തിൽ സ്നാനമേറ്റ ഒരാളെ നിങ്ങൾ ശിശു സ്നാനമാണല്ലോ ചെയ്തത്, അതുകൊണ്ട് അത് ശരിയല്ല, നിങ്ങൾ മുതിർന്നതിന് ശേഷം വീണ്ടും സ്നാനപ്പെടണമെന്ന് പറയുന്നത് ശരിയാണോ എന്ന് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എഫേസ്യ ലേഖനം 4-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമെന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായ ഒരുവൻ. സ്നാനം ഒന്ന്. സ്നാനം ഒന്നാണ് എന്ന് നാം തിരിച്ചറിയണം. ഒരു സ്നാനമേ ഉള്ളൂ. പലപ്പോഴും ഒരിക്കൽ തൃത്വനാമത്തിൽ സ്നാനമേറ്റവർ വീണ്ടും സ്നാനമേൽക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വേദപുസ്തക വിരുദ്ധതയാണ് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഏതാണ് കൂടുതൽ ശരി എന്ന വാദം ഇപ്പോഴും ഉണ്ടായേക്കാം. ഞാനിതെല്ലാം പറയുമ്പോഴും ഞാൻ വളരെ വളരെ കൺവീൻസ്ഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ശിശു സ്നാനം ശരിയാണ്. ഇങ്ങനെ ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം പുതുതായ ഒരാൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ മുതിർന്ന സ്നാനവും, എന്നാൽ ആ വിശ്വാസ പാരമ്പര്യത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് ശിശു സ്നാനവും ചെയ്യുന്ന രീതിയാണ് ശരി, ഉത്തമം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്നാൽ അപ്പോഴും കൂടുതൽ ഏതാണ് എന്നുള്ള വാദം ചിലപ്പം ഉണ്ടായേക്കാം. മുതിർന്നതിന് ശേഷം വിശ്വാസം ഏറ്റു പറയുന്നതാണ് ശരിയെന്ന് വാദിക്കുന്നവർ ഉണ്ടാവാം. എന്നാൽ എന്റെ പ്രശ്നം, ഏതാണ് കൂടുതൽ ശരി എന്ന വാദം ഉണ്ടായേക്കാം, എന്നാൽ 2 സ്നാനം പാപമാണ് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ക്രിസ്തു ഒരിക്കലേ ക്രൂശിക്കപ്പെട്ടിട്ടുള്ളൂ. ക്രിസ്തു ഒരിക്കലായിട്ട് നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ടാണ് സ്നാനം ഒന്നാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കൽ തൃത്വനാമത്തിൽ സ്നാനമേറ്റ ഒരാളെ വീണ്ടും കൊണ്ടുപോയി സ്നാനപ്പെടുത്താൻ ശ്രമിക്കുന്നത് പാപമാണ് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. എന്നാൽ ശിശു സ്നാനവും മുതിർന്ന സ്നാനവും ശരിയാണ്. രണ്ടും 2 പശ്ചാത്തലത്തിലാണ്. ഞാൻ ഓർമ്മിപ്പിച്ചുവല്ലോ മുൻപ് തന്നെ.
ഒന്ന് മാത്രം ശരിയാണ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഒന്ന് മാത്രമാണ് ശരി, മറ്റു രീതി തെറ്റാണ് എന്ന് പറയുന്നിടത്താണ് ശരി. രണ്ടുമുണ്ട് എന്ന് സമ്മതിക്കുന്നതാണ് ശരി. രണ്ടും അഭികാമ്യമാണ്, രണ്ട് പശ്ചാത്തലത്തിൽ എന്ന വാദമാണ് കൂടുതൽ ശരിയെന്നാണ് എൻ്റെ ചിന്ത. ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു കഥാപാത്രമാണ് മ്യാവു എന്ന മലയാള സിനിമയിലെ, അതിൽ സൗബിന അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം. ആ കഥാപാത്രം ഇങ്ങനെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്: മറ്റുള്ളവരുടെ വിശ്വാസങ്ങളോട് ഇത്തിരി ബഹുമാനമുണ്ടായാൽ മതി, ഈ നാട് നന്നായിക്കോളും. പ്രിയമുള്ളവരെ, നമുക്ക് മറ്റുള്ള മതങ്ങളുടെയും മറ്റുള്ള സഭകളുടെയും ഒക്കെ വിശ്വാസ ആചാര രീതികൾ പൂർണ്ണമായി അറിയണം എന്നൊന്നുമില്ല. നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ നല്ലത്. നമുക്കറിയില്ല എങ്കിൽ നമ്മൾ അതിനെ വെറുതെ വിമർശിക്കാനും അതിനെ കളിയാക്കാനും ഒന്നും പോകാതിരിക്കുക. അവരവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കാൻ പഠിക്കുക. ആ ബഹുമാനം നമുക്കുണ്ടായാൽ ഈ നാട് നന്നായിക്കോളും. അതിന് ത്രിയേക ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ